എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സാധാരണക്കാരൻ അവൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ആനുകൂല്യങ്ങളും മറ്റ് സേവനങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സമീപിക്കുന്ന ഒരു സ്ഥാപനമാണ് കോമൺ സർവീസ് സെൻറ്റർ, CSC എന്ന് ഓമന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം. ഇതൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ നിന്നും എന്തൊക്കെയാണ് നമുക്ക് ഉപകാരമുള്ള, പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള സേവനങ്ങൾ ലഭ്യമാവുക, അതിനെക്കുറിച്ച് നമുക്ക് എത്ര പേർക്ക് നല്ല ധാരണയുണ്ട്? ഈ ധാരണക്കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ചില സേവനങ്ങൾ വളരെ നിഷ്പ്രയാസം നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന, വളരെ കുറഞ്ഞ ചെലവിൽ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ചില സേവനങ്ങൾ നമ്മൾ വളഞ്ഞു മൂക്ക് പിടിക്കുകയും നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ, സമയനഷ്ടവും പണനഷ്ടവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഈ കോമൺ സർവീസ് സെൻറ്റർ നൽകുന്ന സേവനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എളുപ്പമുണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അത്തരം വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് കോമൺ സർവീസ് സെൻറ്ററിൻ്റെ വില്ലേജ് ലെവൽ ഓൺട്രപ്രണറും കോമൺ സർവീസ് സെൻറ്റേഴ്സിൻ്റെ കണ്ണൂരിലെ അവരുടെ സൊസൈറ്റിയുടെ ജില്ലാ പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ പ്രജീഷാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് കോമൺ സർവീസ് സെൻറ്ററിൻ്റെ സേവനങ്ങളെന്ന് വ്യക്തമാക്കി തരും. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ, ഒരു സംരംഭകൻ എന്ന രീതിയിൽ, ഒരു വീട്ടമ്മ എന്ന രീതിയിൽ, ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, നമസ്കാരം. ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങളെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരണം നൽകാം. ഓക്കെ, CSC കോമൺ സർവീസ് സെൻറ്റർ അഥവാ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾ എന്താണെന്നുള്ളത്. BCC അതായത് ബിസിനസ് ടു സിറ്റിസൺ, അതുകൂടാതെ G2C ഗവൺമെൻറ് ടു സിറ്റിസൺ. ഈ സർവീസുകൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇലക്ട്രോണിക് ആൻഡ് IT മന്ത്രാലയത്തിന് കീഴിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ബൃഹത് പദ്ധതിയാണ് കോമൺ സർവീസ് സെൻറ്റർ. ഈ കോമൺ സർവീസ് സെൻറ്റർ നടത്തുന്ന സംരംഭകനെ അറിയുന്നത് VLE എന്നാണ്, വില്ലേജ് ലെവൽ എൻ്റർപ്രണർ. നിലവിൽ കേരളത്തിൽ ഏകദേശം 4500-ഓളം CSC കോമൺ സർവീസ് കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൽ വൈവിധ്യങ്ങളായ ഇലക്ട്രോണിക് ആൻഡ് IT സേവനങ്ങളുടെ ഒരു സംഗമവേദിയാണ് CSC എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പൊതുസമൂഹത്തിൽ ഡിജിറ്റൽ സാക്ഷരത ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഗ്രാമീണ ജനതയുടെ മാറുന്ന മുഖവും ഗ്രാമീണ സംരംഭകത്വവും ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് വരികയും എന്നുള്ളതാണ് കോമൺ സർവീസ് സെൻ്ററുകളുടെ പ്രവർത്തന രീതി. പ്രധാന സേവനങ്ങൾ പാസ്പോർട്ട്, പാൻ കാർഡ്, വിദ്യാഭ്യാസ പദ്ധതികൾ, കാർഷിക പദ്ധതികൾ, ബാങ്കിങ് ജീവിതം, ബാങ്കിങ് സംബന്ധമായ കാര്യങ്ങൾ, ഇൻഷുറൻസ്, അതുപോലെ തന്നെ കാർഷികപരമായ പല ഉൽപ്പന്നങ്ങൾ. ഇപ്പോൾ തൊട്ടടുത്ത് കഴിഞ്ഞ ലോക്ക്ഡൗൺ തുടങ്ങിയിരിക്കുന്നത് ഗ്രാമീൺ സ്റ്റോറാണ്. അതായത് ഗ്രാമീണ മേഖലയിലുള്ള സംരംഭങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് തുച്ഛമായ വിലയിൽ ജനങ്ങളിലേക്ക് സാധാരണ ഉൽപ്പന്നങ്ങൾ ഒരു ഫ്ലിപ്കാർട്ട് പോലെയോ അല്ലെങ്കിൽ ആമസോൺ പോലെയോ എത്തിക്കുക എന്നാണ് ഗ്രാമീൺ സ്റ്റോർ കൊണ്ട് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ PMG ദിശ എന്നൊരു പ്രൊജക്റ്റ് നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപ്രകാരം 14 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത ആൾക്കാർക്ക് ഡിജിറ്റൽ സാക്ഷരത കൊടുക്കുക എന്നാണ് അത് ലക്ഷ്യം വെക്കുന്നത്. അതുപ്രകാരം നിലവിൽ ഒരുപാട് പേർക്ക് അങ്ങനെ വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്. ഒരു ഡിജിറ്റൽ മേഖലയിൽ തന്നെ ഒരു ഉന്നതി കൊണ്ടുവരിക എന്നതാണ് CSC കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൂടാതെ CSC അക്കാഡമി ഉണ്ട്. അതിൽ പല വിധത്തിലുള്ള കോഴ്സുകളുണ്ട്. ഈവൻ ഫൈബർ സ്ലീസിംഗ് വരെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, കുഡ്കി എന്ന പേരിൽ പ്രൈമറി ക്ലാസ്സിലേക്ക് നടത്തുന്ന കുട്ടികൾക്ക് ആവശ്യമായ ചില സേവനങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള എഡ്യൂക്കേഷൻ പർപ്പസായുള്ള സാധനങ്ങൾ നിലവിലുണ്ട്. ഇൻഷുറൻസ് മേഖലയിൽ എല്ലാ തരത്തിലുള്ള ഹെൽത്ത് ആയാലും അതുപോലെ തന്നെ വെഹിക്കിൾ ആയാലും എല്ലാത്തരം സേവനങ്ങളും നിലവിൽ ലഭ്യമാണ്. അതുപോലെ മറ്റൊരു സേവനമാണ് ടെലി-ലോ എന്ന് പറയുന്നത്. അതായത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ചില നിയമപരമായ കാര്യങ്ങൾ ഒരു കോളിൽ നമുക്ക് അതിനുള്ള എല്ലാ ഉത്തരങ്ങളും നൽകുന്ന ഒരു സർവീസാണ് ടെലി-ലോ എന്ന് പറയുന്നത്. CSC രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ പ്രഗത്ഭരായ വക്കീലുമാർ, എല്ലാ അഡ്വക്കേറ്റ്സാണ് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ സംശയം ദൂരീകരണം ചെയ്യുന്നത്. അതുകൂടാതെ തന്നെയാണ് ടെലിമെഡിസിൻ എന്ന സർവീസും. നമ്മളെ കൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാത്ത അത്രയും വിദഗ്ധരായ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സാണ്. ഈവൻ അപ്പോളോ പോലും അതിനകത്തുണ്ട്. ₹1 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലിലുള്ള സേവനങ്ങൾ ഓൺലൈനായിട്ട് നമുക്കിവിടെ ചെയ്യാം. അത് വരെ പറയുന്ന ഡിസ്ക്രിപ്ഷൻ തരുന്ന മരുന്നുകൾ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങിച്ചിട്ട് ഈ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. മറ്റൊന്നുള്ളത് ഗ്യാസ് സർവീസാണ്. പുതിയ ഗ്യാസ് കണക്ഷനും അതുപോലെ തന്നെ ഗ്യാസ് റീഫില്ലിങ്ങും CSCയിൽ ഇപ്പോൾ ലഭ്യമാണ്. ഫാസ്ടാഗ്, അതുപോലെ തന്നെ MVD വാഹന സംബന്ധമായ എല്ലാ സേവനങ്ങളും, ലൈസൻസ് റിന്യൂവലായാലും RC റിന്യൂവലായാലും പുതുതായിട്ട് എടുക്കലും എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിലാണ്. റെയിൽവേ, അതുപോലെ തന്നെ DGPay എന്ന് പറയുന്നത് ബാങ്കിങ് സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് DGPay കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് അതിലുപയോഗിക്കുന്നത്. അതുപ്രകാരം ഒരു സുഖമില്ലാത്ത ഒരാൾ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ നമ്മളുടെ VLE എന്ത് ചെയ്യാം, അവരുടെ വീട്ടിൽ പോയിട്ട്
ആധാർ എനേബിൾ വഴി അവർക്ക് ആവശ്യമായ തുക കൈമാറാം. അത് ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം, വിഡ്രോ ചെയ്യാം പൈസ. അത് ആധാർ നമ്പർ വെച്ചിട്ട് അവരുടെ തമ്പ് വെച്ചിട്ടാണ് ഈ DGP സംവിധാനം ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെയാണ് ഓരോ CSCക്കും ബാങ്കിങ് കിയോസ്ക് നിലവിൽ ലഭ്യമാണ്. അത് SBI ആയിക്കോട്ടെ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രൈവറ്റിലാണെങ്കിൽ ICICI ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ, ഇങ്ങനെ പല വിധത്തിലുള്ള ബാങ്കുമായിട്ട് അയ്യപ്പുണ്ട് നിലവിൽ. അപ്പോൾ നിലവിലുള്ള CSCക്കകത്ത് തന്നെ ഈ ഒരു ബാങ്കിങ് കിയോസ്ക്, ബാങ്കിൻ്റെ എല്ലാ സേവനങ്ങളും, ഈവൻ ബാങ്ക് അക്കൗണ്ട് എടുക്കുക, ക്യാഷ് വിഡ്രോവൽ, ക്യാഷ് ട്രാൻസ്ഫർ, അങ്ങനെ പലവിധ സേവനങ്ങളും നിലവിൽ CS സെൻറ്ററിൽ ലഭ്യമാണ്. മറ്റൊന്നുള്ളത് കാർഷിക ഇൻഷുറൻസ് ആണ്. PMFBY, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. നിലവിലുള്ള കാർഷിക വിളകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷുർ ചെയ്യാം ഈ ഒരു പദ്ധതി പ്രകാരം. അതുകൂടാതെ തന്നെ ഈ പറഞ്ഞ കിസാൻ ഇ സ്റ്റോർ, ഈ പറഞ്ഞ കിസാൻ ഇ സ്റ്റോറിനകത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉൽപ്പാദന ശേഷിയുള്ള വിത്തുകൾ നമുക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കർഷകർക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ വിവിധ തരം സേവനങ്ങൾ, NPS, നാഷണൽ പെൻഷൻ സ്കീംസ്, മറ്റു പലവിധ സ്കോളർഷിപ്പുകൾ, ഇതെല്ലാം CSCയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സംരംഭകർക്ക് വേണ്ടിയാണെങ്കിൽ നിലവിലുള്ള ഉദ്യം രജിസ്ട്രേഷൻ CSCയിൽ വഴി ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സിബിൽ സ്കോർ, നമ്മളെപ്പോഴും ഒരു സംരംഭകൻ ബാങ്ക് ലോണിന് വേണ്ടി പോവുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ആ സിബിൽ റിപ്പോർട്ട്, സിബിൽ സ്കോർ കുറയാതെ തന്നെ നമുക്ക് CSCയിൽ നിന്ന് എത്ര തവണ വേണമെങ്കിൽ എടുക്കാം. അതിന് ചെറിയ ചാർജ് വരുന്നുണ്ട്. ആ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, സിബിൽ സ്കോർ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ FSIയുടെ ലൈസൻസ് CSC ലഭ്യമാണ്. ലീഗൽ മെട്രോളജിയുടേത്, ലേബർ രജിസ്ട്രേഷൻ, അതുകൂടാതെ തന്നെ വാട്ടർ ബിൽ, കറണ്ട് ബിൽ, റീചാർജ്, അങ്ങനെ എല്ലാവിധ സേവനങ്ങളും, അത് BBPSനകത്തുള്ള എല്ലാവിധ സേവനങ്ങളും നമുക്ക് CSCയിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിനി എങ്ങനെയാണ് ഒരു CSC സംരംഭകരാവുക എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് TEC എന്നൊരു എക്സാം ഓൺലൈനിൽ പാസ്സാവുകയാണ് വേണ്ടത്. ആ ഒരു എക്സാം പാസ്സായതിനു ശേഷം ഓൺലൈനായിട്ട് CSCക്ക് അപേക്ഷ കൊടുക്കാം. അപേക്ഷ കൊടുത്തിട്ട് ആ അപേക്ഷ അവർ പ്രോസസ്സിങ്ങിൽ വെക്കും. 1-2 വീക്ക് കൊണ്ട് അത് അപ്രൂവ് ആയി വരും. അപ്രൂവ് ആയി വന്നാൽ നമുക്ക് ഒരു VLക്ക് എന്ത് ചെയ്യാം, ഈ ID കിട്ടണം. ID കഴിഞ്ഞാൽ മാത്രമേ ഒരു CSC സെൻറ്റർ പ്രവർത്തിക്കാനുള്ള അധികാരമുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ടെക് കൂടാതെ ബാങ്കിങ് സേവനങ്ങൾക്ക് വേണ്ടി IIBF ബാങ്കിങ്ങിൻ്റെ എക്സാം, അതുപോലെ തന്നെ ആധാർ സേവനങ്ങൾക്ക് വേണ്ടി ആധാർ സൂപ്പർവൈസർ എക്സാം, ഇതൊക്കെ എഴുതി പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു CSC ഡിജിറ്റൽ സേവാ കേന്ദ്രം ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CSC അവർ നൽകുന്ന സേവനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. എന്താണ് CSC, എവിടെയാണ് CSC ഉണ്ടാവുക, എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് CSC നിന്ന് ലഭിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള CSC സെൻറ്ററുമായി ഒരു ബന്ധം സ്ഥാപിക്കുക. അവിടെയുള്ള വില്ലേജ് ലെവൽ ഓൺടർപ്രണറുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പോവുക. കാരണം നമ്മൾ അറിയാതെ പോകുന്ന പല സേവനങ്ങളും CSC സെൻറ്ററുമായുള്ള ബന്ധം കൊണ്ട് നമുക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് കൃഷി നമുക്ക് ഇൻഷുർ ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്തരത്തിൽപ്പെട്ട ഇൻഫർമേഷൻ അറിയാത്തതുകൊണ്ട് മാത്രം കാർഷിക നഷ്ടം സംഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചെറുതും വലുതുമായ നമ്മൾ നിസ്സാരമായി കാണുന്ന പല സേവനങ്ങളും നമുക്ക് CSC സെൻറ്ററിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ CSC സെൻറ്ററിൽ നിന്നും അത്തരം സേവനങ്ങൾ ലഭിക്കുന്നു എന്നത് നമ്മുടെ അറിവിൻ്റെ ഭാഗമാണ്. ഇത്തരം അറിവുകളാണ് നമ്മുടെ ജീവിതത്തിനെ ശാക്തീകരിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ പ്രഥമമായ ഉദ്ദേശവും അതുതന്നെയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച ഉപകാരമുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.